ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റായ നെയ്യപ്പം കേട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ നെയ്യപ്പം ഉണ്ടാക്കി നോക്കി, നല്ല നേരാവും കേട്ടോ. ഞാൻ ഉണ്ടാക്കിയപ്പോൾ നേരായി. അപ്പം നിങ്ങൾക്കൊന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാൻ ഒരു 5-6 ശർക്കര, 1 കിലോ ഉണ്ടാവും. 1 കിലോ ശർക്കര നന്നായി ലേശം വെള്ളം ഒഴിച്ച് നന്നായി ഉരുക്കിയെടുത്തിട്ട് കേട്ടോ. ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. പച്ചരിയൊക്കെ മിക്സിയിലിട്ട് കൊടുക്കുക, നല്ലോണം കുതിർന്നത്. അതിലേക്ക് ലേശം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. 2-3-4 ടീസ്പൂണ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ടീസ്പൂണൊന്നും അളന്നിട്ടില്ല, അങ്ങനെ ഒരു മാക്സിമം ഇട്ട് കൊടുക്കുക. ഗോതമ്പ് പൊടിയും ഇടുമ്പോഴേ നല്ലൊരു മയ കേട്ടോ, നല്ലോണം പൊള്ളച്ചരും ചെയ്യും. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഇനി നമുക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കട്ടോ. വെള്ളം അധികം ആകണമെന്ന് നോക്കണം. പച്ചയിലൊന്നും വെള്ളം ഒഴിക്കണ്ട, ശർക്കര പാനി ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. 2 ഏലക്കായ ഇട്ട് കൊടുക്കുക. ഇത്ര പണിയുള്ളൂ. ഇത് അരച്ചങ്ങാണ്ട് അപ്പം തന്നെ ചൂടട്ടോ, എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പള ചൂടാണ്, നല്ല നേരമാവും. ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടേ നല്ലോണം ചൂടാകുക. നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് തവിയിൽ കോരി ഒഴിക്കാം. ഒഴിക്കാം. നമ്മൾ ഒഴിക്കുമ്പോൾ നല്ല ഫ്ലെയിം കൂട്ടുക, ഒഴിച്ചിട്ടൊന്ന് ഫ്ലെയിം കുറക്കുക. അപ്പോൾ വീർത്തിന് വരും അല്ലേ, വീർത്ത് വരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം വീർത്ത് വരുന്നുണ്ട്. ഇവിടെ ഒന്ന് മറിച്ചിട്ടാൽ മതി. നിങ്ങൾക്ക് ചോക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മറിച്ചിട്ടാൽ മതി കേട്ടോ. ചുവന്ന കളറാവണമെങ്കിൽ ഇതിങ്ങനെ ആക്കിയാലും നല്ല ടേസ്റ്റ്. എനിക്ക് ഇങ്ങനെ ആകണം ഇഷ്ടം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അധികം ചോക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മറിച്ചിട്ടാൽ മതി കേട്ടോ. അല്ലേ, എണ്ണയൊന്നും തീരെ കുടിക്കില്ല കേട്ടോ. നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് ഞാനിത് പൊളിച്ച് കാണിച്ചു തരാം. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. മാവ് റെഡിയായ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അല്ലേ, എണ്ണ ചൂടാകുമ്പോഴേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടേ. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. അയവൊക്കെ ദോശമാവിൻ്റെയൊക്കെ ഒരു അയവാണിത്. ദോശമാവിലേറെ ഒന്നുകൂടിയും കട്ടിയാവണം. ഒഴിച്ചു കൊടുത്തിട്ട് വീർത്തിന് വരുന്നുണ്ട്. എണ്ണയൊന്നും തീരെ കുടിക്കുന്നില്ല. അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ മറിച്ചിട്ടിട്ടേ നമുക്കിതൊക്കെ ചുട്ടെടുക്കാം. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് നെയ്യപ്പം ഉണ്ടാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഇത് അധികം നേരം എടുത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പളെ നമുക്ക് അരച്ചങ്ങാണ്ട് ചുട്ടാൽ. ഇത് ഞാൻ അപ്പളെ അരച്ച് വിട്ടതാട്ടോ. ഇനി കുറച്ച് നേരം എടുത്ത് വെച്ചിട്ട് ഇത്താൽ നല്ലതാണ്. എടുത്ത് വെച്ചില്ലെങ്കിലും നന്നായി കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ അത് അരച്ച് നേരെ ചുടുകയാണ്. നിങ്ങൾ നെയ്യപ്പൊക്കെ നേരായില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നെയ്യപ്പം ശരിയാണില്ല എന്ന് അറിയണവരൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. അടിപൊളിയായിട്ട് വരും. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. ഇനി തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ അതും ഇടട്ടോ ഇതിൽ. ഞാൻ തേങ്ങാക്കൊത്തൊന്നും ഇട്ടിട്ടില്ല. ഉണ്ണിയപ്പം ആണെങ്കിലല്ലേ കൊത്തിടുള്ളൂ. ഞാൻ നെയ്യപ്പത്തിൽ അത് ഇടാറില്ല. നെയ്യപ്പം എങ്ങനെയാണ് ടേസ്റ്റ്. നല്ല ചൂട് ചായയുടെ കൂടെ കഴിച്ചാലേ നല്ല ടേസ്റ്റാണ്. 4 മണിക്കൊക്കെ കഴിക്കാൻ. നെയ്യപ്പം കഴിക്കാനൊക്കെ ഇഷ്ടമാകുമ്പോഴേ തോന്നുമ്പോഴേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല നേരമായിട്ടുണ്ട്. അങ്ങനെ ഗെയ്സ്, നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ. ഇപ്പം നെയ്യപ്പം കുറച്ച് മതി എന്ന് തോന്നുകയാണെങ്കിൽ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെയും ചുട്ടിടട്ടോ, ഉണ്ടാക്കാം. അധികം വേണ്ട, ആവശ്യത്തിന് ചുട്ടിട്ട് ബാക്കി പിറ്റേ ദിവസം ചുടണമെങ്കിൽ അങ്ങനെ എടുത്തേക്കാം. എണ്ണയൊന്നും തീരെ കുടിച്ചിട്ടില്ല കേട്ടോ. പൊളിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ നെയ്യപ്പം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ കടയിൽ നിന്ന് കിട്ടുമ്പോൾ ഒന്ന് ബലാകരം. ഇത് നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ ചുട്ട് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ നെയ്യപ്പൊക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് ചായൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാനേ. മഴയൊക്കെ അങ്ങനെ പെയ്യുമ്പോൾ നല്ല നെയ്യപ്പം ചായ ഇങ്ങനെ കഴിക്കാൻ നല്ല രസകരം. ഞാൻ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചുട്ട് നോക്കിയിട്ട് 3 ചുട്ടപ്പോഴും നല്ല ശരിയായി വന്നിട്ടുണ്ട്. ഇനി ചുടുന്നതൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ നെയ്യപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല രസമാണ് ഉണ്ടാക്കിയാൽ. അങ്ങനെ കൂട്ടുകാരെ, നമ്മളെ നെയ്യപ്പമൊക്കെ ചുട്ട് അടിപൊളിയായിട്ടുണ്ട്.
കുറച്ച് ചുട്ടിട്ടുള്ളൂ, കുറച്ച് അവിടെ തന്നെ ഉണ്ട്. ഇതൊക്കെ പാടൊന്നും ആവശ്യമില്ല, ഇത്രയും ആവശ്യമുള്ളൂ, കുറച്ച് ആൾക്കാരുള്ളല്ലോ അല്ലേ. അടിപൊളി. ഇനി നമുക്കൊന്ന് പിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഞാനിപ്പോൾ ഒരു കയ്യിൽ ക്യാമറയാണ്, അല്ലെങ്കിൽ 2 കൈ കൊണ്ടും കൂടി പിച്ച് നോക്കായിരുന്നു. ഇപ്പോൾ ഒരു കൈ കൊണ്ട് പിച്ച് നോക്കിയിട്ട് കാണിച്ചു തരാം അല്ലേ. അടിപൊളിയായിട്ടുണ്ടല്ലേ. എന്താ ടേസ്റ്റ്. ഉള്ളൊക്കെ നല്ല പൊള്ളച്ച് വന്നിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അല്ലേ. വിരുന്നുകാരൊക്കെ വരുമ്പോഴും കൊടുക്കാം, നല്ല ഇതാണ്. നിങ്ങളിങ്ങനെ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ച്. നന്ദി, നമസ്കാരം.